Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, വീട്ടിലിരുന്നു കൊണ്ട് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യണം. 7012787895. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിഗ്രി എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. അതായത് വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസും ഓൺലൈൻ ക്ലാസ്സും റെക്കോർഡഡ് വീഡിയോസൊക്കെ കണ്ട് ഡിഗ്രി എടുക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻലി 4 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂസ് ആവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് +2 പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് കാറ്റഗറി ജോലി ചെയ്യുന്ന പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നു. തേർഡ് വൺ സ്ഥിരമായി കോളേജിൽ പോകാൻ കഴിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഡെഫിനറ്റ് ആയിട്ടൊരു നല്ല ഓപ്ഷനാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ദെൻ ലാസ്റ്റ് വൺ ഒരേ സമയം ജോലി ചെയ്യാനും അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ് ആവുന്നതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ്. സോ അതിൽ പോപ്പുലർ ആയിട്ടുള്ള 5 എണ്ണമാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി IGNOU. മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഇത്. സെക്കൻഡ് വൺ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. തേർഡ് വൺ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഫോർത്ത് വൺ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. ഫിഫ്ത്ത് വൺ കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇത്രയും യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോലും കുറേ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും. ഓക്കെ, ദെൻ ഏതൊക്കെ ഡിഗ്രികളാണ് നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ BCom, ബാച്ചലർ ഓഫ് കൊമേഴ്സ്. സെക്കൻഡ് വൺ BA, ബാച്ചലർ ഓഫ് ആർട്സ്. തേർഡ് വൺ BBA, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഫോർത്ത് വൺ BCA, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ദെൻ ഇതുപോലെ തന്നെ വേറെ കുറച്ച് ഡിഗ്രീസ് കൂടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മളുടെ റിസ്കിൽ തന്നെ വീട്ടിലിരുന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഡിഗ്രിയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്ലാസ്സസ് ഓൺലൈനായിട്ട് പല യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില വീഡിയോസ് നമുക്ക് റെക്കോർഡഡ് ആയിട്ടും കിടക്കുന്നുണ്ട്. അതിനുവേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും. സോ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. നിങ്ങൾക്കൊക്കെ വരുന്നൊരു കോമൺ ഡൗട്ടായിരിക്കും അല്ലേ, പരീക്ഷയൊക്കെ എങ്ങനെയായിരിക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓഫ്ലൈൻ ഡിഗ്രിയിൽ എങ്ങനെയാണോ എക്സാംസ് നടത്തുക അതുപോലെ തന്നെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും എക്സാംസ് കണ്ടക്ട് ചെയ്യുക. നോർമലി സെമിസ്റ്റർ എക്സാം അല്ലേ, നമുക്കറിയാം ടോട്ടൽ 6 സെമ്മാണുള്ളത്. അതുപോലെ ഇവിടെ എന്തുതന്നെയായിരിക്കും 6 സെമിസ്റ്റർ തന്നെ ഉണ്ടാവും. യൂണിവേഴ്സിറ്റി ഏത് എക്സാം സെൻറ്റർ ആണോ നിങ്ങൾക്ക് തരുന്നത് ആ ഒരു സെൻറ്ററിൽ പോയി തന്നെ നിങ്ങൾ എക്സാമും അറ്റൻഡ് ചെയ്യണം. സോ കൃത്യസമയവും കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും എക്സാംസ് നടത്തുക. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ടൊക്കെ എങ്ങനെയാണ്, നോർമലായിട്ട് തന്നെ വരാറുണ്ടോ, കറക്റ്റ് നമ്മുടെ നോർമൽ ഡിഗ്രി പോലെ തന്നെയാണോ പബ്ലിഷ് ആവുക, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും അല്ലേ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുക. സാധാരണ ഡിഗ്രി പോലെ തന്നെയാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുക. അതുപോലെ മാർക്ക് ഷീറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കോമൺ ഡൗട്ടാണ് ഡിസ്റ്റൻസ് ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടോ എന്നുള്ളത്. അത് പലർക്കും വരുന്ന ഡൗട്ടാട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇതിന് അംഗീകാരമുണ്ട്. സോ നോർമൽ ഡിഗ്രിക്ക് എങ്ങനെയാണോ വാല്യൂ അതുപോലെ തന്നെയാണ് ഡിസ്റ്റൻസ് ഡിഗ്രിക്കും വാല്യൂ ഉള്ളത്. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ചില പ്രത്യേക പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത്
മേ ബി എന്ത് പറ്റും, നമ്മുടെ നോർമൽ ഡിഗ്രി വേണമെന്ന് ആവശ്യപ്പെടും കേട്ടോ. അത് വളരെ ചുരുക്കമുള്ള കോഴ്സസിന് മാത്രമേ ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് വരാറുള്ളൂ. ദെൻ നമുക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ ചില അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ അഡ്വാൻറ്റേജസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റിയ ഡിഗ്രിയാണ് ഡിസ്റ്റൻസ് ഡിഗ്രി. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസ്റ്റൻസ് ഡിഗ്രിയിലൂടെ നിങ്ങൾക്ക് ഡിഗ്രി നേടാനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല. കമ്പാരിറ്റീവ്ലി നോർമൽ ഡിഗ്രീനെ വെച്ച് വളരെ ഫീസ് കുറവാണ് ഡിസ്റ്റൻസ് ഡിഗ്രിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചില ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ, അഥവാ ഡിസഡ്വാൻറ്റേജസ്. ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ റിസ്കിലാണ് ഈ ഒരു ഡിഗ്രി പഠിക്കാനായിട്ട് പോകുന്നത്. സോ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും ഞാൻ കറക്റ്റായി പഠിക്കാമെന്ന് വിചാരിക്കുന്നവർക്കായിരിക്കും ഈ ഒരു ഓപ്ഷൻ കുറച്ചുകൂടെ ബെസ്റ്റ്. അതുപോലെ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയിൽ പറ്റത്തില്ല. ദിവസേന നമുക്ക് അധ്യാപകരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സെക്ഷൻസ് കുറവാണ് അല്ലേ, ബിക്കോസ് നമുക്ക് ടീച്ചേഴ്സിനെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഡിസ്റ്റൻസ് ഡിഗ്രിക്ക് പാസ്സാവാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നോർമലി എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്നതാണ് ഏകദേശം ഫീസ് എത്രയാണ് ഇതിൻ്റെ എന്നുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കോഴ്സ് അനുസരിച്ചായിരിക്കും ഫീസും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. എങ്കിലും നോർമൽ ഡിഗ്രീനെ വെച്ച് വളരെ കുറവായിരിക്കും. എക്സാം ടൈമിനായിരിക്കും നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യവും ക്ലിയറായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് സമയത്തിന് ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.